കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാ ഗോപന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അഷ്ടപതി 1-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാന്റെ 10-ാമത്തെ അവതാരത്തിലെത്തി. അപ്പോൾ നമുക്ക് ആദ്യം ആ ശ്ലോകം ഒന്ന് കേൾക്കാം. निवहनिधनी कलयसि करवाळं धूमकेतुमिव किमपि कराळं केशवा वृत कल्किशरीरा जय जगदीश हरे केशवा ജയ ജഗദീശ ഹരേ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥമൊന്ന് നോക്കാം. മ്ലേച്ഛ നിവഹ നിധനി കലയസി കരവാളം. മ്ലേച്ഛ നിവഹേ, മ്ലേച്ഛ നിവഹേ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛന്മാരുടെ കൂട്ടം, സമൂഹം എന്നാണ്. ആ മ്ലേച്ഛ സമൂഹം, മ്ലേച്ഛന്മാർ എന്ന് പറയുന്നത് ഇവിടെ അധർമ്മികളായിട്ടുള്ള ആൾക്കാരെയാണ് മ്ലേച്ഛന്മാർ എന്ന് പറയുന്നത്. മ്ലേച്ഛ നിവഹം, ആ അധർമ്മികളുടെ സമൂഹത്തെ, നിധനെ, നിധനെ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക, കലയസി ധരിക്കുന്നു, കരവാളം, കരവാളം എന്ന് പറഞ്ഞാൽ വാൾ, ധൂമകേതുമിവ ധൂമകേതുവിനെ പോലെ, കിമപി ഒരു, കരാളം ഭയങ്കരം, കേശവ ധൃത കൽക്കി ശരീര ജയ ജഗദീശ ഹരേ. ഇതാണ് ഇതിൻ്റെ ഓരോ വാക്ക് പ്രതിയുള്ള അർത്ഥം. ഇനി നമ്മൾ ഇതിൻ്റെ അന്വയം പരിശോധിച്ചാൽ അത് പറയേണ്ടത്, ആദ്യം നമ്മൾ പറയേണ്ടത് മ്ലേച്ഛ നിവഹ, മ്ലേച്ഛ നിവഹ നിധനി, അതായത് അധർമ്മികളുടെ, അധർമ്മികളായിട്ടുള്ള ആൾക്കാരുടെ ആ സമൂഹത്തെ നശിപ്പിക്കുന്നതിലേക്കായി. ഇനി അടുത്ത പറയേണ്ടത് ധൂമകേതുമിവ, ധൂമകേതുവിനെ പോലെയുള്ള. നമുക്കറിയാം ധൂമകേതു എന്ന് പറഞ്ഞാൽ വാൽ നക്ഷത്രം. അതിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ അല്ലേ, നല്ല പ്രകാശമുള്ളതായിരിക്കും, നല്ല ശോഭയുള്ളതായിരിക്കും, അതുപോലെ നല്ല നീളം കാണും അല്ലേ. വാൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാലുണ്ട്, നല്ല നീളത്തിൽ വാലുണ്ട്. അപ്പോൾ അതുപോലെ നീളമേറിയതും ശോഭയേറിയതും. അതേപോലെ ധൂമകേതു, ഈ ധൂമകേതു എന്ന് പറഞ്ഞാൽ അത് വന്ന് പതിക്കുന്നിടം അല്ലേ, അവിടെ നാശം ഉണ്ടാകും. അപ്പം നശിപ്പിക്കാൻ ശേഷിയുള്ള അല്ലേ, അപ്പോൾ അതാണ് ധൂമകേതുമിവ. പിന്നെ അടുത്ത നമ്മൾ പറയേണ്ട കിമപി ഒരു, അടുത്ത പറയേണ്ടത് കരാളം ഭയങ്കരമായ, അടുത്തത് കരവാളം, കരാളം ഭയങ്കരം, കരവാളം എന്ന് പറഞ്ഞാൽ വാള്. അപ്പോൾ ഇവിടെ എന്താണ്, ആ അധർമ്മികളുടെ ആ സമൂഹത്തെ നശിപ്പിക്കുന്നതിലേക്കായി ഭഗവാൻ, അതായത് കൽക്കി സ്വരൂപം ധരിച്ച ഭഗവാൻ എന്തു ചെയ്യുന്നു, ധൂമകേതുവിനെ പോലെ ഭയങ്കരമായ ഒരു വാൾ തൻ്റെ കയ്യിൽ ധരിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കൽക്കിയുടെ രൂപം ധരിച്ച കേശവ അങ്ങ് ജയിച്ചാലും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത് കലിയുഗത്തിലൂടെയാണ് അല്ലേ. 4 യുഗങ്ങളുണ്ട്, അതിൽ 4-ാമത്തെ യുഗമാണ് കലിയുഗം. ഏറ്റവും മോശം യുഗവുമാണ് ഏതെന്ന് പറയുന്നത്, കലിയുഗം എന്ന് പറയുന്നത്. കാരണം എന്താണ്, അധർമ്മികളായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കലിയുഗത്തിലാണ്. അപ്പോൾ ഈ കലിയുഗത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമ്മുടെ ഭാഗവതത്തിൽ കലിയുഗ വർണ്ണന എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വർണ്ണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു കാര്യം ഓർക്കാനുള്ളത്, 5000 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഭാഗവതം രചിക്കപ്പെട്ടത്. അപ്പോൾ അത്രയും വർഷങ്ങൾ മുമ്പ് രചിക്കപ്പെട്ട ആ ഒരു ഭാഗവതത്തിൽ ഇത്രയും വർഷം കഴിയുമ്പോൾ ഇവിടെ ഭൂമിയിൽ ഈ കലിയുഗം അതിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുമെന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കും, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കും, അതുപോലെ
മാതാപിതാക്കന്മാർ പുത്രന്മാരെ കാര്യസാധ്യത്തിനായിട്ടാണ് സ്നേഹിക്കുന്നത്. തിരിച്ച് പുത്രന്മാരും മാതാപിതാക്കന്മാരെ കാര്യസാധ്യത്തിനായിട്ട് സ്നേഹിക്കുന്നു. അവർക്കിടയിൽ ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉണ്ടാകത്തില്ല. ഗുരുശിഷ്യ ബന്ധമുണ്ടാകില്ല, അതും നശിക്കും. ഗുരുശിഷ്യ ബന്ധം അത് ശരിയല്ലേ? നമ്മൾ നോക്കൂ, ഇന്ന് ശിഷ്യന്മാരെ ഭയന്നാണ് ഗുരുക്കന്മാർ ജീവിക്കുന്നത്. പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഗുരുക്കന്മാരോട് നമുക്ക് ആദരവും ഭയഭക്തി ബഹുമാനങ്ങളും ഉണ്ടായിരുന്നു. ഇന്നതില്ല. അപ്പോൾ അങ്ങനെ ഗുരുശിഷ്യ ബന്ധങ്ങൾ ഇല്ലാതാകും. അതേപോലെ മദ്യത്തിനും മദിരാക്ഷിക്കും എല്ലാം നമ്മുടെ സമൂഹം എന്താണ് അടിമപ്പെടും. അപ്പോൾ അതേപോലെ ബ്രാഹ്മണർ, അവർക്ക് പൂണൂല് മാത്രമാണ് അവർ ബ്രാഹ്മണരാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അല്ലാതെ ഒരു ബ്രാഹ്മണന് നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങളൊന്നും തന്നെ അവർ അനുഷ്ഠിക്കത്തില്ല. അതേപോലെ കാഷായ വസ്ത്രം ആളുകൾ സ്വീകരിക്കുന്ന എന്തിനാണ്? പിന്നെ അവരുടെ അഷ്ടിക്ക് വക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും അവർ യഥാർത്ഥ സന്യാസികളല്ല, കപട സന്യാസികളായിരിക്കും ഇവരൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അതേപോലെ രോഗങ്ങൾ, ദുരിതങ്ങൾ, പല വിധത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഇവയൊക്കെ കൊണ്ട് മനുഷ്യൻ ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരും. അതുപോലെ ഭൂമി നല്ല വിളവുകൾ നൽകത്തില്ല, വരൾച്ചയുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ ഇന്ന് നടക്കുന്നത് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ണോടിച്ചാൽ അല്ലേ, നമ്മൾ തന്നെ അറിയാതെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പം പറഞ്ഞു ഇത് കാലം കലികാലമല്ലേ എന്ന് നമ്മൾ പറയും ഇല്ലേ? കാരണം അതാണ് നമുക്ക് ചുറ്റും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈശ്വരനെ നിഷേധിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരും. അത് വളരെ ശരിയാണല്ലേ? നമ്മുടെ സനാതനധർമ്മത്തിൽ അല്ലേ ജനിച്ച ആൾക്കാർ, ആ സനാതനധർമ്മ വിശ്വാസികൾ, അവർക്കെതിരെ എന്തു ചെയ്യുന്നു ആൾക്കാർ? അവരുടെ വിശ്വാസങ്ങളെ തകർക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഭൂമിയിൽ അധർമ്മം വർദ്ധിച്ചു വരുമ്പോൾ ആ അധർമ്മത്തെ ഇല്ലാതാക്കാനായിട്ട് ഭഗവാൻ എന്തു ചെയ്യുന്നു? അപ്പോൾ ഭാഗവതത്തിൽ പറയുന്നത്, ശബളം എന്ന ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായിട്ട് ഭഗവാൻ ചിങ്ങമാസത്തിൽ ഉത്ര നക്ഷത്രത്തിൽ നിന്നുമുണ്ട്, കർക്കിടക മാസത്തിൽ പൂയം നക്ഷത്രത്തിൽ നിന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ ഭഗവാൻ ജനിക്കുമെന്നും എന്നിട്ടൊരു കുതിരപ്പുറത്തേറി ഈ ധൂമകേതുവിനെ പോലെ അതീവ ശോഭയേറിയതും നീണ്ടതും പിന്നെ നശീകാരിയായിട്ടുള്ളൊരു വാളും ധരിച്ചുകൊണ്ട് അദ്ദേഹം ഭൂലോകം മുഴുവൻ സഞ്ചരിച്ച് എന്തു ചെയ്യും? അധർമ്മികളായിട്ടുള്ള ആൾക്കാരെ ഇല്ലാതാക്കുമെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക, ഭഗവാന്റെ ആ ഒരു കൽക്കി അവതാരം ഉണ്ടാകാൻ, ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള അധർമ്മികളെയും ഇല്ലാതാക്കാനായി ഭഗവാന്റെ കൽക്കി അവതാരം ഉണ്ടാകണമേ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ പറഞ്ഞല്ലോ, ഈ കലിയുഗത്തിൻ്റെ യുഗപുരുഷൻ എന്ന് പറയുന്നത് കലിയാണ്. അപ്പോൾ ഈ കലി ഒരിക്കൽ അതായത് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പിന്നെ അവിടെ ഈ രാജാവാകുന്നതെന്ന് പറയുന്നത് പരീക്ഷിത്ത് മഹാരാജാവ്. പരീക്ഷിത്തിനെ അറിയാലോ, അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത്താണ് പാണ്ഡവന്മാർക്ക് ശേഷം എന്ത് ചെയ്യുന്നത്? രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷിത്ത് മഹാരാജാവ് ഒരു ദിവസം ഇങ്ങനെ നായാട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് എന്താണ്? ഒരു പശുവിനെ വധിക്കാനായിട്ട് ഒരാൾ ഇങ്ങനെ വാളുമായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിന് ദേഷ്യം വരും. എന്നിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് ആ ദുഷ്ടനായിട്ടുള്ള മനുഷ്യനെ പിടിച്ചിട്ട് പറയും, ഈ പശുവിനെ നീ വധിക്കരുത്, അതിനെ വെറുതെ വിടണം. വധിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കണ്ടം ഞാൻ മുറിച്ചെടുക്കും എന്നാണ് പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞത്. അപ്പോൾ എന്തു ചെയ്യും? അതാരാണെന്നറിയാമോ? അതാണ് കലി, യുഗപുരുഷനായ കലിയായിരുന്നു അത്. അപ്പോൾ കലി എന്തു ചെയ്യും? പേടിച്ചിട്ട് പരീക്ഷിത്ത് മഹാരാജാവിനോട് പറയും, രാജാവേ എന്നോട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് നൽകണമെന്ന് പറയും. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് സമ്മതിക്കും. പക്ഷേ ഒരു നിബന്ധന വെക്കും, ഞാൻ രാജ്യം ഭരിക്കുന്നിടത്തോളം എൻ്റെ പ്രജകൾക്കാർക്കും ഈ കലികാല ദോഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ഒരു നിബന്ധന വെക്കും.
അപ്പോൾ കലി അത് സമ്മതിക്കും. അപ്പോൾ എന്നാലും കലി പറയും, രാജാവേ, അങ്ങ് പറഞ്ഞത് ശരിയാണ്, അങ്ങയുടെ രാജ്യത്ത് ഞാൻ പ്രവേശിക്കുകയില്ല. പക്ഷേ ഒരു കാര്യം, ഞാൻ ഈ യുഗത്തിൻ്റെ പുരുഷനാണ്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ എനിക്ക് അധിവസിക്കാം എന്നുള്ളത് അങ്ങ്, അതായത് രാജ്യത്ത് പ്രവേശിക്കരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എവിടെയൊക്കെ പ്രവേശിക്കാം എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് കലി പരീക്ഷിത്ത് മഹാരാജാവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് കലി എവിടെയൊക്കെ അധിവസിക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് സദാ വാതുവെച്ച് ചൂത്, പകിട മുതലായവ കളിക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് ചൂതാട്ട കേന്ദ്രങ്ങളിൽ, അതുപോലെ മദ്യത്തിന് വേണ്ടി മദ്യപാനം ചെയ്യുന്നവരിലും, മതത്തിന് വേണ്ടി മദ്യപാനം ചെയ്യുന്നവരിലും, ഋതുവായി മലിനത്വം പ്രാപിച്ച് ശുദ്ധികർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്ന വനിതകളിലും, സ്വർണ്ണധനാദികൾ വിപണനം ചെയ്യുന്ന ശാലകളിലും, ഹിംസാശീലന്മാരിലും നീ എന്ത് ചെയ്യുക, വസിച്ചുകൊള്ളുക. അപ്പോൾ കലി ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം മനസ്സിലായല്ലോ. അതായത് ചൂതാട്ട കേന്ദ്രങ്ങളിൽ, മദ്യം കഴിക്കുന്നവരിൽ, അതായത് മദ്യശാലകളിൽ, അതായത് നമുക്ക് അശുദ്ധിയൊക്കെ ആർത്തവകാലത്ത് ശുദ്ധിയൊക്കെ നോക്കാതിരിക്കുന്ന സ്ത്രീകളിൽ, അതേപോലെ സ്വർണ്ണധനാദികളൊക്കെ കച്ചവടം ചെയ്യുന്ന ശാലകളിൽ, അതേപോലെ ഈ ഹിംസയൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ, ഇവിടെയൊക്കെയാണ് ആര്, യുഗപുരുഷനായ കലിക്ക് ഇരിക്കാനായിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് സ്ഥാനം നൽകുന്നത്. പക്ഷേ അവിടെ ഒരു സംഭവം, ഇത് പറയുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കിരീടം, ആ കിരീടം എന്ന് പറയുന്നത് സ്വർണ്ണ കിരീടമാണ്. അപ്പോൾ അതിലൂടെ കലി പരീക്ഷിത്ത് മഹാരാജാവിലും പ്രവേശിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് നായാട്ടിന് പോയി തിരിച്ചു വന്ന് വെള്ളം ചോദിച്ചപ്പോൾ കിട്ടാതായപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിന് ദേഷ്യം വരികയും ചത്ത പാമ്പെടുത്ത് ആ സന്യാസിയുടെ പുറത്തിടുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ കലിയുഗം, അപ്പോൾ ഈ കലിയുഗത്തിൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രഭാവമാണെന്ത്, അധർമ്മികളായിട്ടുള്ള ആൾക്കാരിങ്ങനെ വർദ്ധിച്ചു വരും എന്നുള്ളത്. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്, നമ്മളെ ഈ കലിയുടെ ഈ ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കണം. ഇപ്പോൾ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരിലും ധർമ്മിഷ്ഠരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ കലി ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ കലിയുടെ ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പം മറ്റ് യുഗങ്ങളെക്കാളും 4 യുഗങ്ങളിലും ഇല്ലേ, പൂന്താനം തൻ്റെ ജ്ഞാനപ്പാനിയിൽ പറഞ്ഞിട്ടുണ്ട്, യുഗം 4ലും നല്ലു കലിയുഗം ഇല്ലേ, മുക്തിക്ക് വേണ്ടിയിട്ട്, മുക്തി എളുപ്പത്തിൽ നേടാൻ 4 യുഗങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് കലിയുഗമാണെന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ട്. മറ്റ് 3 യുഗങ്ങളിൽ, അതായത് കൃപയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഈ 3 യുഗങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മോക്ഷം അല്ലെങ്കിൽ മുക്തി ലഭിക്കണമെങ്കിൽ നമ്മൾ അനേകായിരം വർഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, തപസ് ചെയ്യണം, അല്ലെങ്കിൽ യാഗങ്ങൾ, യജ്ഞങ്ങളൊക്കെ ഒരുപാട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഈശ്വരൻ പ്രസാദിക്കുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ കലികാലത്ത് കേവലം നമ്മൾ നാമജപം, നമുക്ക് ഇഷ്ടപ്പെട്ട ദേവതയുടെ ആ ഒരു നാമജപം കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, കലികാല ദോഷങ്ങളിൽ നിന്ന് മുക്തരാകാം, എന്നിട്ട് ഈശ്വരനിലേക്ക് പോകാം. അപ്പം അങ്ങനെ കലികാല ദോഷം തീരുന്ന ഒരു മന്ത്രമാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ ഇതാണ് കലികാല ദോഷങ്ങൾ മാറ്റുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഗോപികമാരും എന്ത് ചെയ്യുക, ദിവസേന ഈ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഈ മന്ത്രം ഇത് നമ്മൾ എന്ത് ചെയ്യുക, ദിവസേന ജപിക്കുക. എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നമുക്ക് ഉണ്ടാകും. എല്ലാ കലികാല ദോഷങ്ങളിൽ നിന്നും നമുക്ക് എന്തുണ്ടാകും, മുക്തി ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഭഗവാന്റെ കൽകി അവതാരത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, കഴിവതും അധർമ്മങ്ങളൊന്നും ചെയ്യാതെ, ആരെയും ഉപദ്രവിക്കാതെ, ഈശ്വരനെങ്കിലെല്ലാം സമർപ്പിച്ച് നമ്മൾ ജീവിക്കുക. വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല.
അപ്പോൾ എല്ലാ ഗോപന്മാർക്കും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം, കൃഷ്ണൻ്റെയും രാധാറാണി അമ്മയുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കലികാല ദോഷങ്ങളിൽ നിന്നും നമുക്ക് അതൊന്നും നമ്മളെ ഏൽക്കാതെ രാധാറാണിയും നമ്മുടെ കണ്ണനും ഒക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഗോപന്മാർക്കും ഒരിക്കൽ കൂടി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.